നമസ്കാരം. പൊന്നാനിയിൽ കാര്യങ്ങളത്ര പന്തിയല്ല. ലീഗ് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് കാലുവാരുമെന്ന് ഭയം. പ്രശ്നപരിഹാരത്തിന് UDF നേതൃയോഗം ചേർന്നു. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് കാലുവാരുമെന്ന് ഭയം. പ്രശ്നപരിഹാരത്തിനായി മലപ്പുറം DCC ഓഫീസിൽ UDF നേതൃത്വ യോഗം ചേർന്നു. നേരത്തെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ ETയെ പൊന്നാനിയിൽ മത്സരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട മണ്ഡലം യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയതും പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിൽ നിലനിൽക്കുന്ന മുന്നണി പ്രശ്നങ്ങളും മുൻനിർത്തിയാണ് പ്രശ്നപരിഹാരത്തിനായി മുതിർന്ന യോഗാക്കൾ യോഗം ചേർന്നത്. ലീഗിലെയും കോൺഗ്രസിലെയും പ്രാദേശിക പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കാനും നേതാക്കൾ തീരുമാനിച്ചു. ചൊവ്വാഴ്ച രാവിലെ 11:30 ആരംഭിച്ച കൂടിയാലോചന ഉച്ചയ്ക്ക് 2 മണി വരെ നീണ്ടു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പോടെയാണ് ജില്ലയിലെ പല പഞ്ചായത്ത് തലങ്ങളിലും ഘടകകക്ഷികളായ കോൺഗ്രസും ലീഗും പരസ്പരം വിട്ടുനിന്നത്. ഇവിടങ്ങളിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരം പിടിച്ചെടുക്കുകയും മുന്നണി മര്യാദകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അനന്തരഫലങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചിരുന്നു. UDFന്റെ ഉറച്ച നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ ശതമാനം വോട്ടിന്റെ കുറവാണ് 2016 തിരഞ്ഞെടുപ്പിൽ അനുഭവപ്പെട്ടത്. കൂടാതെ സിറ്റിംഗ് സീറ്റുകളായ നിലമ്പൂരും താനൂരും UDFനെ കൈവിടുകയും ചെയ്തു. ഈ സാഹചര്യം മനസ്സിലാക്കിയാണ് തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ താഴെത്തട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലാ UDF നേതൃത്വം പ്രാദേശിക ഘടകങ്ങളെ വിളിച്ച് ചർച്ച നടത്തിയത്. യോഗത്തിൽ ആര്യടൻ മുഹമ്മദ്, PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, PV അബ്ദുൽ വഹാബ്, അഡ്വക്കേറ്റ് M ഷംസുദ്ദീൻ, AP അനിൽകുമാർ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് UA ലത്തീഫ്, DCC പ്രസിഡന്റ് VV പ്രകാശ്, PT അജയ് മോഹൻ, E മുഹമ്മദ് കുഞ്ഞി, VA കരീം തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു. എന്തായാലും ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ പൊന്നാനിയിൽ നിന്നും തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടുകൂടി പുറത്തുവരുന്ന വിവരങ്ങൾ ലീഗിനെ അത്ര ശുഭകരമായതല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടുകൂടി നിമിഷങ്ങൾക്കകം തന്നെ റോഡ് ഷോയും പ്രചാരണ പരിപാടികളുമായി LDF ഇതിനകം തന്നെ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു. മാത്രമല്ല ETക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പരാമർശങ്ങളും ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ KT ജലീൽ നയിച്ച ചരിത്ര വിജയം ആവർത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഇടതുപക്ഷം പൊന്നാനിയിൽ ഇപ്പോൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. വിവാഹ വസ്ത്രങ്ങളുടെ വിസ്മയ കളക്ഷനുകളുമായി ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു ഇമ്മാനുവൽ വെഡ്ഡിംഗ് ഫെസ്റ്റ്. ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചുകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് നറുക്കെടുപ്പിലൂടെ 15 ദമ്പതിമാർക്ക് ഹണിമൂൺ ട്രിപ്പ്. ഒപ്പം എല്ലാ ഉപഭോക്താക്കൾക്കും ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ റിനോൾട്ട് ക്യൂട്ട് കാറും. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ഇനി ഓരോ മംഗളമുഹൂർത്തങ്ങളും ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്, നിയർ ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ.